താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി വൻകിട ജലസേചന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇരുമ്പുരുക്ക് വ്യവസായ പ്രവർത്തനം ആരംഭിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതി 14 ബാങ്കുകൾ ദേശസാത്കരിച്ചു. നാലാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മുൻതൂക്കം നൽകി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകുന്നത് കൃഷിക്കായിരുന്നു, പ്രത്യേകിച്ച് ഹരിത വിപ്ലവത്തിന്. 4ആം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് 14 ബാങ്കുകൾ ദേശസാത്കരിച്ചത്. 5ആം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയത്. ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗത്തിൽ ലോകത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ചൈന. ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കും 3ആം സ്ഥാനം അമേരിക്കയ്ക്കുമാണ് ഉള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബേക്കലൈറ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൃത്രിമ പ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ. ആദ്യമായി കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ഫൈബറാണ് നൈലോൺ. വസ്ത്രനിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പോളിത്തീൻ ഫൈബറാണ് ടെറിലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, താപം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ജൂൾ. കെൽവിൻ, സെൽഷ്യസ് എന്നിവ താപനില അളക്കുന്ന യൂണിറ്റും ഫെർമി ആറ്റങ്ങളുടെ റേഡിയസ്, ഡയമീറ്റർ തുടങ്ങിയവ അളക്കുന്ന യൂണിറ്റുമാണ്. പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജീവകം B6. ജീവകം B2 റൈബോഫ്ലാവിൻ, ജീവകം B12 കൊളാബമിൻ, ജീവകം B1 തയാമിൻ. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകമാണ് ഓപ്ഷൻ സി സത്രിയ. തന്നിരിക്കുന്ന മറ്റു ഓപ്ഷൻസ് നോക്കാം. കഥക് ഉത്തർപ്രദേശിൻ്റെ പരമ്പരാഗത നൃത്തരൂപമാണ്. ഒഡീസി പേര് പോലെ തന്നെ ഒറീസയുടേതാണ്. ചൗ എന്ന നൃത്തരൂപം 3 സംസ്ഥാനങ്ങളുടേതാണ്. അതായത് വെസ്റ്റ് ബംഗാൾ, ഒറീസ, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിലും പ്രചാരത്തിലുള്ളതാണ്. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനുമായി സഹായം നൽകുന്ന കേരള പോലീസ് പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ജൂലൈ 28. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ധാന്യവിളകളിലെ ഏത് മൂലകത്തിൻ്റെ ലഭ്യത കണ്ടെത്താനുള്ള എളുപ്പമാർഗമാണ് ലീഫ് കളർ ചാർട്ട്? ആൻസർ ഓപ്ഷൻ സി ആണ് നൈട്രജൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. എ, ഒരു വ്യക്തിക്ക് പൗരത്വം അനുവദിക്കൽ നിന്നും റദ്ദ് ചെയ്യുന്നതിന് അധികാരം ഭാരതത്തിൻ്റെ രാഷ്ട്രപതിക്കായിരിക്കും. ബി, പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് കുടിയേറിപ്പാർത്ത വ്യക്തികളുടെ പൗരത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അനുച്ഛേദം 6-ലാണ്. സി, 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഡി, പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെൻറ്റ് സഭകളിലെ കേവല ഭൂരിപക്ഷത്തിൻ്റെ പ്രമേയം പാസാക്കിയാൽ മതി. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ബിയും ഡിയും ശരിയായ പ്രസ്താവനകളാണ്. എ എന്ന പ്രസ്താവന തെറ്റാണ്. ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം അനുവദിക്കുന്നതും റദ്ദ് ചെയ്യുന്നതും സംബന്ധിച്ച അധികാരം പാർലമെൻറ്റിനായിരിക്കും. പ്രസ്താവന സി തെറ്റാണ്. 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 3 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുക. എന്നാൽ 5 രീതിയിൽ പൗരത്വം നേടിയെടുക്കാനും സാധിക്കും.